സർ, ഇപ്പോൾ അടുത്ത ദിവസം വന്ന ഒരു കോടതി വിധി നമ്മളെല്ലാവരെയും വല്ലാതെ വേദനിപ്പിച്ചല്ലോ. അതേതായിരുന്നു? അത് ഉദയകുമാറിനെ ഉരുട്ടിക്കൊന്ന സംഭവം. ആ പ്രതികളെയെല്ലാം മോചിപ്പിക്കുന്ന നില വന്നു. വലിയ തോതിൽ സമൂഹ മനസാക്ഷിയെ വേദനിപ്പിച്ചൊരു സംഭവമാണത്. സർ, അമ്മയ്ക്കുള്ള ഓണക്കോടിയും വാങ്ങി പാർക്കിലിരിക്കുന്ന ഉദയകുമാറിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ആ ഉദയകുമാറാണ് പോലീസ് കസ്റ്റഡിയിൽ മരിക്കുന്നത്. ഇവിടെ അന്ന് അവിടുത്തെ പോലീസ് ഒരു വ്യാജ FIR തയ്യാറാക്കി. മോഷണക്കുറ്റം ഇയാളിൽ ചുമത്താൻ ശ്രമിച്ചു. യഥാർത്ഥത്തിൽ ഉദയകുമാറിൻ്റെ തുടകളിൽ, ഉള്ളംകാലിൽ അടിയേറ്റ പാടുകളുണ്ടായിരുന്നു. അത് ത്വക്ക് രോഗമാണ് എന്ന് സ്ഥാപിക്കാനാണ് പോലീസ് ശ്രമിച്ചത്. ഉരുട്ടിയ അതിൻ്റെ ക്രൂരതയെപ്പറ്റി കൂടുതൽ പറയേണ്ടതില്ലല്ലോ. ഉരുട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. സർ, നമ്മുടെ സംസ്ഥാനത്ത് അതുപോലുള്ള എത്രയെത്ര ക്രൂരമായ സംഭവങ്ങൾ. ആ സംഭവങ്ങൾ നടന്നപ്പോൾ അത്തരം സംഭവങ്ങൾക്ക് ഉത്തരവാദികളായ ആളുകളെ, ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നതിനുള്ള നടപടിയാണ് നിർഭാഗ്യവശാൽ കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ടായത്. അവിടെയാണ് വ്യത്യാസം. സമീപനത്തിലാണ് വ്യത്യാസം. ആ സംരക്ഷിക്കുന്ന സമീപനം അത് ഞങ്ങളുടെ ഭാഗത്തില്ല. ഇത്തരത്തിലുള്ള എന്തെങ്കിലും അതിക്രമങ്ങൾ എവിടെയെങ്കിലും ഉണ്ടായാൽ ആ അതിക്രമങ്ങൾക്കെതിരെ കർക്കശമായ നടപടി എന്നതാണ് ഞങ്ങളുടെ നിലപാട്. ആ കാര്യത്തിൽ ഒരു മാറ്റവുമില്ല. 2006 ഞങ്ങൾ പോലീസിനൊരു പുതിയ മുഖം നൽകാനാണ് ശ്രമിച്ചത്. ജനമൈത്രി പോലീസ് എന്ന നിലയിലേക്ക് മാറ്റാനുള്ള ശ്രമം ഉണ്ടായി. നല്ല മാറ്റം ആ കാര്യത്തിൽ ഉണ്ടായി എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുക. സർ, അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ആ ജനമൈത്രി സ്വഭാവം നല്ല രീതിയിൽ പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു ഭരണ സംവിധാനം 2006-11 കഴിഞ്ഞതിന് ശേഷം പിന്നെ വരുന്നത് 2016-ലാണ്. ആ 2016 ശേഷമുള്ള പോലീസിൻ്റെ ഇടപെടൽ, നിപ്പ ബാധിച്ച ഘട്ടം, നമ്മുടെ പ്രളയഘട്ടം, 2019 അതിരൂക്ഷമായ കാലവർഷക്കെടുതിയുടെ ഘട്ടം. സർ, അതിൻ്റെ തുടർച്ചയായി വന്ന കോവിഡ് മഹാമാരിയുടെ ഘട്ടം. വളരെ വ്യത്യസ്തമായൊരു മുഖമാണ് കേരള പോലീസിന് ആർക്കും ദർശിക്കാനായത്. അത് ജനോന്മുഖമായിരുന്നു. ജനങ്ങൾക്ക് വേണ്ടി താല്പര്യപൂർവം ഇടപെടുന്ന പോലീസുകാരെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇതിൽ
അത്തരമൊരു അവസ്ഥ വന്നപ്പോൾ അതിൻ്റെ ഭാഗമായി വലിയ മാറ്റം കേരളത്തിലെ പോലീസിൽ മൊത്തത്തിലുണ്ടായിട്ടുണ്ട്. മഹാഭൂരിപക്ഷം ഈ ഒരു പുതിയ സംസ്കാരത്തിലേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില തെറ്റായ കാര്യങ്ങൾ പോലീസ് യൂണിഫോം ഇട്ട് എന്നതുകൊണ്ട് മാത്രം എല്ലാവരിൽ നിന്നും ഒഴിഞ്ഞുപോയി എന്ന് വരില്ല. ചില വ്യക്തികൾ ഈ പുതിയ സമീപനം അതേപോലെ ഉൾക്കൊള്ളാത്തവരുണ്ടാവും. പഴയതിൻ്റെ ഹാങ് ഓവറിൽ നിൽക്കുന്നവരുണ്ടാവും. അത്തരം ആളുകൾ തെറ്റ് ചെയ്താൽ ആ തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുന്ന സമീപനം അത് ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടാകില്ല. അതാണ് നാം കാണേണ്ട കാര്യം. ഒരു തരത്തിലും അവരെ സംരക്ഷിക്കാൻ തയ്യാറാവില്ല.